ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയുമാരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ, നാഥ പതിവ്രതയാം ധർമ്മപത്നി നാധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ല ദയാനിധേ, പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുടെ സന്നിധൗ സന്തതം വാണിടുമെന്നെ, മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോചിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും. പുഷ്പാസ്തരണതുല്യങ്ങളെനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം, ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കശ്ചിദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ദ്വൈതമില്ല, അദ്വൈതമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും ഒന്ന്. എന്തിനും ഏതിലും അവർ ഒരുമിച്ച് തന്നെ ആയിരിക്കണം. വാൽമീകി രാമായണ പരമ്പര തുടരുന്നു. ഇത് 168 ഭാഗം. വനത്തിലെ ദുർഘടങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വനവാസം ഒരു സ്ത്രീക്ക് യോജിച്ചതല്ല എന്ന് രാമൻ മുൻഭാഗത്ത് വളരെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ സീതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപദേശിച്ചത്. എന്നാൽ സീതാദേവിയുടെ മനോഭാവം അങ്ങനെയായിരുന്നില്ല. ഭാര്യയും ഭർത്താവും രണ്ടല്ല, ഒന്നാണ് എന്നാണ് സീതാദേവിയുടെ പക്ഷം. വളരെയധികം ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ തത്വങ്ങളാണ് ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 29. ഭർത്താവ് രാമൻ തന്നെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പല തത്വങ്ങളെ ആധാരമാക്കി അടിസ്ഥാനപ്പെടുത്തി സീതാദേവി വാദിക്കുകയാണ് ഈ ഭാഗത്ത്. ആദ്യ 25 ശ്ലോകങ്ങളും അതിനുശേഷം അതിൻ്റെ വ്യാഖ്യാനവും കേൾക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഏതത്തു വചനം ശ്രുത്വാ സീതാ രാമസ്യ ദുഃഖിതാ പ്രസക്താ ശ്രുമുഖീ മന്ദം ഇദം വചനമബ്രവീത്. യേ ത്വയാ കീർത്തിദാ ദോഷ വനേ വസ്തവ്യതാം പ്രതി ഗുണാനിത്യേവ താൻ മന്യേ തവ സ്നേഹ പുരസ്കൃത. മൃഗാ സിംഹാ ഗജാശ്ചൈവ ശാർദൂലാ ശരഭാസ്തദാ പക്ഷിണസൃമരാസൈവ യേ ചാന്യേ വനചാരിണഃ. അദൃഷ്ടപൂർവരൂപത്വാ സർവേ തേ തവ രാഘവ
रूपं दृष्ट्वापसर्पेयु भये सर्वे हि बिभ्यते त्वया च सह गन्तव्यं मया गुरुजनाज्ञया त्वद्वियोगेन मे राम त्यक्तव्यमिह जीवितम् न हि मां त्वल्समीपस्थाम् अभिशक्नोति राघव सुराणामीश्वर शक्र प्रदर्शयितुमोजस पतिहीना तु या नारी सा न शक्ष्यति जीवितुं काममेवं विधं राम त्वया मम विदर्शितम् अथवा महाप्राज्ञ ब्राह्मणानां मया श्रुतं पुरा पितृगृहे सत्यं वस्तव्यं किल मे वने लक्षणीभ्यो द्विजादिभ्यः श्रुत्वाहं वदनं गृहे वनवासकृतोत्साह नित्यमेव महाबलम् आदेशो वनवासस्य प्राप्तव्यस्य मया किल सा त्वया सह तत्राहं यास्यामि प्रियनान्यथा कृदादेशा भविष्यामि गमिष्यामि सह त्वया कालश्चायं समुत्पन्न सत्यवाग्भवदुद्विजः वनवासे हि जानामि दुःखानि बहुधा किल प्राप्यन्ते नियतं वीर पुरुषैरकृतात्मभिः कन्यया च पितुर्गेः वनवासस्रुतो मया भिक्षिण्या साधुवृत्ताय मम माधुरिहाग्रतः प्रसादितश्च वै पूर्वं त्वं वै बहुविधं प्रभो गमनं वनवासस्य कांक्षितं हि सह त्वया कृतक्षणाहं भद्रं ते गमनं प्रति राघव वनवासस्य शूरस्य चर्या हि मम रोचते शुद्धात्मन् प्रेम भावाद्धि भविष्यामि विकल्मष भर्तारमनुगच्छन्ति हर्ता हि मम दैवतम् प्रीत्य भावेऽपि कल्याण सङ्गमो मे सह त्वया पिता रक्षति कौमारे भर्ता रक्षति यौवने पुत्रा रक्षन्ति वार्धक्ये न स्त्री स्वातन्त्र्यमर्हति श्रुतिर्हि श्रूयते पुण्या ब्राह्मणानां यशस्विनाम् इह लोके च पितृविद्या श्रियस्य महामती अद्भिर्दत्ता स्वधर्मेण प्रेत्य भावे वितस्य सा एवमस्मात् स्वकां नारीं सुवृत्तां हि पतिव्रतां नाविरोचयसे नेतुं त्वं मां केनेह हेतुना भक्तां पतिव्रतां दीनां
മാംസമാം സുഖദുഃഖയോः നേതുമർഹസി കാകുത്സ്ഥ സമാനസുഖദുഃഖിനി യദി മാം ദുഃഖിതാമേവം വനം നേതും ന ചേച്ഛസി വിഷമഗ്നിം ജലം വാഹം ആസ്ഥാസേ മൃത്യുകാരണാത് ഏവം ബഹുവിധം തം സ യാജതേ ഗമനം പ്രതി നാനുമേനേ മഹാബാഹു താം നേതും വിധനം വനം ഏവമുക്താ തു സാ ചിന്താം മൈഥിലീ സമുപാഗത സ്നാപയന്തീവഗാമുഷ്ണൈ അശ്രുഭിർനയനച്യുതൈഃ ചിന്തയന്തിം തഥാ താം തു നിവർത്തയിതുമാത്മവാൻ ക്രോധാവിഷ്ടാം തു വൈദേഹീം കാകുസ്തോ ബഹ്വസാന്വയത്. രാമസ്യ ഏതത് വചനം ശ്രുത്വ, രാമന്റെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട്, ഏത് വാക്കുകൾ? അതായത് വനത്തിലെ ദുർഘടങ്ങളെ പറ്റി വിവരിച്ച അത് കേട്ടിട്ട്, പ്രസക്താഹ അശ്രുമുഖീഹി, ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരോടെ, അങ്ങനെയുള്ള ആ മുഖത്തോടെ സീതാ ദുഃഖിത, സീതാദേവി വളരെ ദുഃഖിതയായി. എന്നിട്ട് വളരെ താഴ്മയായി, മന്ദമായി. ഇതം വചനം അബ്ലവീത്. വനേ വസ്തവ്യാം പ്രതി, വനവാസത്തെക്കുറിച്ച് ത്വയാ കീർത്തിത ദോഷാഹ, അങ്ങാൽ കീർത്തിക്കപ്പെട്ട വിശദീകരിക്കപ്പെട്ട ദോഷങ്ങൾ. ഏതാൻ, അത് ഏതൊക്കെയാണോ? തവ സ്നേഹപുരസ്കൃത, അങ്ങയുടെ സ്നേഹത്തിന് പാത്രീഭവിച്ച ഞാൻ. ഇത് ഏവ, ഇക്കാരണത്താൽ തന്നെ ഗുണാൻ മന്യേ, നന്മയെന്ന് കരുതുന്നു. മൃഗ സിംഹാഹ ഗജാഹ ശാർദൂലാഹ, പുലി വ്യാഘ്രം, പിന്നെ ശരഭാഹ എട്ടടിമാൻ, പിന്നെന്തുവാ പക്ഷിണഹ ശമരാഹ, ശമരാഹ മീൻസ് ശമരി മൃഗങ്ങൾ, വനചാരിണഹ അന്യേ ഏ സർവേച, വനചാരികളായ അല്ലെങ്കിൽ വനത്തിൽ താമസിക്കുന്ന മറ്റ് ഏതൊക്കെ മൃഗങ്ങളുണ്ടോ അവയെല്ലാം തവ രൂപം ദൃഷ്ടാഹി, അങ്ങയുടെ രൂപം ഒന്ന് കണ്ടാൽ മാത്രം മതി, അദൃഷ്ടപൂർവ രൂപത്വാത് ബിഭ്യതി, അവരാരും ഇങ്ങനെയുള്ളൊരു മനുഷ്യരൂപത്തെ മുമ്പൊക്കെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ അദൃഷ്ടമായ ഇന്നേവരെ കാണാത്ത രൂപത്തെ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയപ്പെടും, ബിഭ്യതി. അതുകൊണ്ട് രാഘവ ഭയേതേ സർവ, ഭയത്താൽ തന്നെ അവരെല്ലാവരും അപസർപ്പേയുഹു, പേടിച്ച് ഓടിപ്പോകും. ദേ വിൽ ഫ്ലീ അവേ. ഗുരു ജന ആജ്ഞയാ, മാതാപിതാക്കളുടെ ഉത്തരവിനാൽ, ത്വയാ സഹ മയാച, അങ്ങയോടുകൂടെ എന്നാൽ എന്നതും ഗന്ധവ്യം, ഒരുമിച്ച് പോകേണ്ടതാണ്. ഭർത്താവിന് കൊടുത്ത ആജ്ഞ എന്ന് പറയുന്നത് ഭാര്യയ്ക്കും ബാധകമാണ്, രണ്ടുപേരും ഒന്നാണ്. അതുകൊണ്ട് രാമ തത് വിയോഗേന, അങ്ങയുടെ വിയോഗത്താൽ ഇഹമേ ജീവിതം ത്യക്തവ്യം, ഇവിടെ എൻ്റെ ജീവിതം ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതാവും. തത് സമീപസ്ഥം മാം, അങ്ങയുടെ സമീപത്ത് അങ്ങയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ, ഹേ രാഘവ സുരാണാം ഈശ്വര ശക്രാഭി, ദേവന്മാരുടെ എല്ലാം ഈശ്വരനായ ഇന്ദ്രൻ പോലും ഓജസാഹി പ്രദർശയിതും, അദ്ദേഹത്തിൻ്റെ ഓജസ്സുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് പ്രദർശയിതും, അതായത് ആക്രമിക്കാൻ ശക്നോതിന, ശക്തനാവൂല്ല.
പിന്നെയല്ലേ വനജീവികൾ. ഇന്ദ്രന് പോലും കീഴടക്കാനാവില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വനജീവികൾ ഒന്നും തന്നെ ആക്രമിക്കുവാൻ തയ്യാറാവില്ല. രാമ, യാ നാരി, ഒരു സ്ത്രീ പതിഹീനാതു, ഭർത്താവിനെ പിരിഞ്ഞിരിക്കുമ്പോൾ സാ ജീവിതം ചക്ഷരീന, അവൾ ജീവിക്കുവാൻ തക്കവളല്ലെന്ന് ഏവം വിധം ത്വയാമമ, ഇപ്രകാരം അങ്ങാൽ തന്നെ എനിക്ക് കാമം വിദർശിതം, പല പ്രാവശ്യം ഉപദേശിച്ചിട്ടുണ്ട്. ഭർത്താവിനെ പിരിഞ്ഞ് ഒരു ഭാര്യയ്ക്ക് ജീവിക്കാനാവില്ല എന്ന് അങ്ങ് തന്നെ പല പ്രാവശ്യം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ ഭരതന്റെ കീഴിൽ ജീവിക്കുക? മഹാപ്രാജ്ഞ, അല്ലയോ ബുദ്ധിമാനെ, അതീവ ബുദ്ധിമാനെ, അഥവാ അത് തന്നെയല്ല, പുരാ പിതൃഗൃഹേ, പണ്ട് പിതാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ബ്രാഹ്മണാനാം സത്യം, ജ്യോതിഷികളായ ബ്രാഹ്മണരുടെ സത്യം, മയാശ്രുതം, എന്നാൽ കേൾക്കപ്പെട്ടിരിക്കുന്നു. അതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? മേഖില വനേ അഭിവസ്തവ്യം, എനിക്ക് തീർച്ചയായും വനവാസം ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ജ്യോതിഷികളായ ബ്രാഹ്മണർ പിതാവിൻ്റെ ഗൃഹത്തിൽ വെച്ച് പറഞ്ഞത് ഞാൻ കേൾക്കപ്പെട്ടിരിക്കുന്നത്. ബ്രാഹ്മണരുടെ ഭാവി പ്രവചനപ്രകാരം ഞാൻ ഭർത്താവിനോടൊപ്പം കൊട്ടാരത്തിലും കാട്ടിലും കഴിയേണ്ടി വരുമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്തിനാ രാമ എന്നെ കൊണ്ടുപോവില്ല എന്ന് പറയുന്നത്? മഹാബല, മഹാബലവാനെ, ഗൃഹേ ലക്ഷിണിഭ്യഃ ദ്വിജാതിഭ്യഃ വചനം ശ്രുത്വാ, ഗൃഹേ കൊട്ടാരത്തില്, ലക്ഷണിഭ്യഃ ജ്യോതിശാസ്ത്രജ്ഞന്മാരായ, ദ്വിജാതിഭ്യഃ ബ്രാഹ്മണരാൽ, വചനം ശ്രുത്വാ പ്രവചനം കേട്ട ശേഷം, അഹനിത്യം ഏവ ഞാൻ നിത്യവും തന്നെ, എല്ലാ ദിവസവും തന്നെ, വനവാസകൃത ഉത്സാഹ വനവാസം ചെയ്യുന്നതിലേക്കായി ഉത്സാഹം പൂണ്ടിരിക്കുകയാണ്. സഹ ആദേശഃ കില, ആ പ്രവചനം ദൈവനിശ്ചയം എന്ന കാരണത്താൽ മയാ പ്രാപ്തവ്യഃ, എന്നാൽ അനുഭവിച്ചേ മതിയാകൂ. പ്രിയ, അല്ലയോ പ്രിയതമാ, സ അഹം തത്ര ത്വയാ സഹ വനവാസസ്യ യാസ്യാമി, അപ്രകാരമുള്ള അങ്ങയുടെ കൂടെയുള്ള വനവാസത്തിനായി ഞാനും വരുന്നുണ്ട്. ന അന്യഥ, വേറെ ഒന്നും വിചാരിക്കേണ്ട, എന്നെയും കൂട്ടിക്കൊണ്ടേ പോവാനാവൂ. കൃത ആദേശ ഭവിഷ്യാമി, ജ്യോതിഷികളായ ബ്രാഹ്മണരുടെ പ്രവചനം അത് പൂർത്തീകരിക്കപ്പെട്ടവളായി ഞാൻ ഭവിക്കട്ടെ. കൃത ആദേശ ഭവിഷ്യാമി, ത്വയാ സഹ ഗമിഷ്യാമി, ഞാനും അങ്ങയുടെ കൂടെ പോകുന്നുണ്ട്. അയങ്കാലച സമുത്പന്നഃ, ആ കാലം, അതിന് പറ്റിയ സമയം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. ദ്വിജഃ സത്യവാക് ഭവതു, ബ്രാഹ്മണരുടെ വാക്ക് സത്യമായി തന്നെ ഭവിക്കട്ടെ. വനവാസേ ബഹുധാ ദുഃഖാനി ഹി ജാനാമി, വനത്തിൽ അനേക വിധത്തിലുള്ള ദുഃഖങ്ങൾ, ആപത്തുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അത് പ്രത്യേകിച്ച് രാമൻ പറയേണ്ടതില്ല. അതുകൊണ്ട് വീര, അകൃത ആത്മഭിഹി പുരുഷൈഹി, ആത്മബോധമില്ലാത്ത പുരുഷന്മാരാൽ നിയതം കില പ്രാപ്യന്തേ, ആ പുരുഷന്മാരവ, അതായത് നേരത്തെ പറഞ്ഞ ആപത്തുകളെല്ലാം എപ്പോഴും പ്രാപിക്കേണ്ടി വരും, എപ്പോഴും നേരിടേണ്ടി വരും. വീരനും ആത്മബോധവുമുള്ള എൻ്റെ ഭർത്താവിരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? പിതുഹു ഗേഹേ മമ മാതുഹു അഗ്രതഃ, പിതുഹു ഗേഹേ പിതാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച്, മമ മാതുഹു അഗ്രതഃ എൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മുമ്പിൽ വെച്ച്, കന്യയ മയ ചൈഹ
കന്യകയായ എന്നാൽ, അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, ഇവിടെ സാധുവൃത്തായ ഭിക്ഷിണ്യാഹ, സാധുവൃത്തിയ സദ്ഗുണസമ്പന്നയായ ഒരു ഭിക്ഷക്കാരിയിൽ നിന്ന് വനവാസവൈശ്രുതജ, വനവാസം ഉണ്ടാകുമെന്ന് കേൾക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജ്യോതിഷികളും പറഞ്ഞിട്ടുണ്ട്, ഒരു ഭിക്ഷക്കാരിയും പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണ ഭിക്ഷക്കാരിയല്ല, സദ്ഗുണസമ്പന്നയായ ഒരു ഭിക്ഷക്കാരിയിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ത്വയാ സഹ വനവാസസ്യ ഗമനം പൂർവം കാക്ഷിതം, അങ്ങയോടുകൂടിയുള്ള വനവാസഗമനം പണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു, കാക്ഷിച്ചിരിക്കുന്നു. പ്രഭു ഹി, അതിനാൽ ബഹുവിധം ത്വം വൈ പ്രസാദിത, അതിനാൽ അനേക വിധത്തിൽ പല രീതിയിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എത്ര പ്രാവശ്യമായി പറയുന്നു, എന്നെയും കൂട്ടിക്കൊണ്ടുപോ, എന്നെയും കൂട്ടിക്കൊണ്ടുപോ എന്ന്. രാഘവ അഹം ഗമനം പ്രതി കൃതക്ഷണ, ഞാൻ പോകുന്നതിനെ കുറിച്ച് അവസരം പാർത്തിരിക്കുകയായിരുന്നു. ഇതാണ് തക്ക സമയം. വനവാസസ്യ ശൂരസ്യ, വനവാസം ചെയ്യുന്ന ശൂരനായ വീരനായ അങ്ങേക്ക് ചര്യാഹി മമ രോചതേ, സേവനം ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ അഭിമതം, അല്ലെങ്കിൽ എനിക്ക് അഭികാമ്യമായിട്ടുള്ളത്. തേ ഭദ്രം, അങ്ങേക്ക് മംഗളമേ ഭവിക്കൂ എന്നെ കൊണ്ടുപോയാൽ. ശുദ്ധാത്മൻ വികൽമഷ പ്രേമഭാവത്, നിഷ്കളങ്കയായ ഞാൻ പ്രേമഭാവത്, പ്രേമത്താൽ അല്ലെങ്കിൽ പ്രേമാധിക്യം മൂലം ഭർത്താരം അനുഗച്ഛന്തിഹി ഭവിഷ്യാമി, ഭർത്താവിനെ പിന്തുടരുന്നവളായി തന്നെ ഞാൻ ഭവിക്കും. ഭർത്താഹി മമ ദൈവതം, ഭർത്താവ് തന്നെയാണ് എൻ്റെ ദൈവം. പ്രേത്യഭാവേ അപി, അടുത്ത ജന്മത്തിലും ത്വയാ സഹമേ സംഗമഃ, അങ്ങയുടെ കൂടെയുള്ള എൻ്റെ ജീവിതം അല്ലെങ്കിൽ സംഗമം കല്യാണഃ, ശുഭകരമായിരിക്കും. വളരെയധികം വിവാദങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ശ്ലോകമാണ് അടുത്തത്. പിതാ രക്ഷതി കൗമാരേ ഭർത്താരക്ഷതി യൗവനേ പുത്രാ രക്ഷന്തി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഈ ശ്ലോകവും അർത്ഥവും അറിയാത്ത ഒരു ഹിന്ദുവും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വനവാസത്തിനായി പോകുന്ന രാമനോട് ഒത്തുചേർന്നു പോകാൻ സീതാദേവി ഉന്നയിക്കുന്ന ഒരു വാദമാണിത്. ഇതേ വാദം തന്നെ മനുസ്മൃതിയിലും കാണാം, യജ്ഞവൽക്യ സ്മൃതിയിലും കാണാം. ഏതായാലും സംരക്ഷണത്തിൽ കഴിയുന്ന ആർക്കും തന്നെ ആ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ആ വലയം ഭേദിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കാനാവില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെ വേണം പ്രവർത്തിക്കുവാൻ? അവിടെ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ട് റൂൾസ് എല്ലാം അനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് ആ സർക്കാർ ഉദ്യോഗം വഹിക്കാനാവുള്ളൂ. ഈവൻ നമ്മുടെ ഭരണഘടനയെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 21-ൽ നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുന്നത് ആർക്കും തന്നെ അവകാശപ്പെടാനാവില്ല. ഹിന്ദു സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറയുന്നത് ദേവതയാണ്. യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. ഇപ്പൊ നാരിമാരെ പൂജിക്കുന്നിടത്ത് ദേവതമാർ പ്രസാദിക്കും എന്നാണ് പറയുന്നത്. അവരെ അംഗീകരിക്കാതിരുന്നാൽ എന്ത് കർമ്മം ചെയ്താലും അത് വൃഥാവിലാകും എന്ന് മനുസ്മൃതിയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നിയമം പ്രത്യേകം സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് അതാണല്ലോ വരാൻ പോകുന്നത്. ഇന്നുള്ള എല്ലാ വിവേചനങ്ങളെയും അത് ഏത് കമ്മ്യൂണിറ്റിയിലാണേലും
ഇല്ലാതാക്കുമായിരിക്കാം. ജെൻഡർ ഇക്വാളിറ്റി, സ്ത്രീ പുരുഷ സമത്വം, അതാണ് ഇന്നത്തെ പ്രധാനമായ വിവാദം. പുരുഷന്മാർ തമ്മിൽ പോലും ഇക്വാളിറ്റി ഇല്ല, തുല്യതയില്ല. പിന്നെയല്ലേ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യത. പുരുഷൻ സ്ത്രീ. എപ്പോഴും തുല്യരിൽ മാത്രമേ തുല്യത അവകാശപ്പെടാനാവുള്ളൂ. ഇക്വാളിറ്റി ക്യാൻ ബി ബിറ്റ്വീൻ ഈക്വൽസ് ഒൺലി. ഏതായാലും സീതാദേവിയുടെ ഈ വാദമുണ്ടല്ലോ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നുള്ള ആ വാദം മഹർഷി വാൽമീകി പോലും പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. വനവാസത്തിനായി ഗമിക്കുന്ന ഭർത്താവിൻ്റെ ശാസന എന്തായിരുന്നു എന്ന് 165 ഭാഗത്തിൽ നാം കേട്ടല്ലോ. ത്വയാ ഇഹ ഏവ വസ്തവ്യം, നീ ഇവിടെ തന്നെ താമസിക്കേണ്ടതാണ്. ഇതം മമ വചഃ, ഇതാണ് എൻ്റെ ഉത്തരവ് എന്നാണ് ഭർത്താവായ രാമൻ ഭാര്യയ്ക്ക് നൽകിയ ശാസന. പക്ഷേ സീതാദേവി അത് അംഗീകരിച്ചില്ല. തന്നെയും കൂടെ കൊണ്ടുപോയേ പറ്റൂ എന്നായി സീത. അതാണ് 166 ഭാഗത്തിൽ. എന്നിട്ടും രാമൻ അതിനകത്ത് വീണില്ല. സീതയെ വനത്തിലെ ദുർഘടങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് 167 ഭാഗത്തിൽ. സീതയുണ്ടോ വിടുന്നു. ഇവിടെ ഈ ഭാഗത്തിൽ അവർ അതിശക്തമായ വാദങ്ങൾ നിരത്തുന്നു. എന്നിട്ടും അവസാനം രാമൻ വഴിപ്പെടുന്നില്ല. പിന്നെ കടുത്ത സ്വരത്തിലാണ് 169 ഭാഗത്തിൽ സീത രാമനെ നേരിടുന്നത്. അത് സ്വാതന്ത്ര്യം അർഹിക്കാത്തതിനാലാണോ? നിങ്ങൾക്ക് തന്നെ സ്വയം പരിശോധിക്കാം. ഒരു കാര്യം വ്യക്തമാണ്, ഈ ശ്ലോകം ദുർവ്യാഖ്യാനം ചെയ്ത് കുടുംബത്തെ ശിഥിലമാക്കിയാണ് ഇന്നത്തെ പുരോഗമനവാദികൾ. മഹാമതേ, വേദങ്ങളെല്ലാം ഗ്രഹിച്ച അല്ലയോ മഹാബുദ്ധിമാനെ, ഇഹലോകെ ഈ ലോകത്തിൽ പിതൃഭിഹി യാ യസ്യ സ്വധർമ്മണേ അദ്ഭിഹി ദത്ത. പിതൃഭിഹി പിത്രാദികളാൽ, അമ്മയാണേലും അച്ഛനാണേലും അമ്മാവനാണേലും യാതൊരുവന് കുലധർമ്മപ്രകാരം സ്വധർമ്മേണ, കുലധർമ്മപ്രകാരം അദ്ഭിഹി ദത്ത ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാജ പുണ്യാപി, അവൾ പുണ്യവതിയാണെങ്കിൽ, അവൾ ചാരിത്രവതിയാണെങ്കിൽ പ്രത്യഭാവേ, മരണത്തിന് ശേഷം അല്ലെങ്കിൽ പരലോകത്ത് അല്ലെങ്കിൽ പുനർജന്മത്തില് തസ്യ സ്ത്രീ സൂയദേഹി യശസ്വിനാം ബ്രാഹ്മണാനാം ശ്രുതി, അവന് ഭാര്യ എന്നത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് യശസ്വികളായ ബ്രാഹ്മണരുടെ വചനം. അവർ പറഞ്ഞനുസരിച്ച്, വേദങ്ങളനുസരിച്ച് പുണ്യവതിയായ ഒരു ഭാര്യ അടുത്ത ജന്മത്തിലും അവൻ്റെ തന്നെ ഭാര്യയായിരിക്കും. ഏവം ഹി, ഇപ്രകാരം ഇരിക്കെ സ്വന്തം ഭാര്യയും സൽഗുണസമ്പന്നയും പതിവ്രതയുമായ എന്നെ സ്വകാം നാരീം സുവൃത്താം പതിവ്രതാം മാം അസ്മാത് നേതും, ഇവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ കേന ഹേതുന, എന്ത് കാരണത്താലാണ് ത്വം ഇഹ അഭിരോചയസേന, അങ്ങിപ്പോൾ താല്പര്യപ്പെടാതിരിക്കുന്നത്? എന്താണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇത്ര വലിയ ബുദ്ധിമുട്ട്? കാകുസ ഭക്താം പതിവ്രതാം ദീനാം, അങ്ങയുടെ ഭക്തയും പതിവ്രതയും ദീനയും വേറെ യാതൊരു അവലംബവുമില്ലാത്തവളുമായ സമാം സുഖദുഃഖയോഹോ, തുല്യമായി സുഖദുഃഖങ്ങളെ പങ്കിടുന്ന സമാന സുഖദുഃഖിനി മാം, സുഖദുഃഖങ്ങളെ ഒരുപോലെ കരുതുന്ന എന്നെ മാം നേതും മർഹസി, കൂട്ടിക്കൊണ്ടുപോയാലും. ഏവം ദുഃഖിതാം മാം, ഇപ്രകാരം ദുഃഖിച്ചിരിക്കുന്ന എന്നെ വനം നേതും ച ഇച്ഛസി നയതി, വനത്തിലേക്ക്
കൂട്ടിക്കൊണ്ടു പോകുവാൻ താല്പര്യമില്ലാത്ത പക്ഷം അഹം മൃത്യുകാരണാത് ഞാൻ മരണത്തിനായിക്കൊണ്ട് വിഷം അഗ്നിയും ജലം വാ ആസ്താസ്യേ ഇരയാകുന്നതാണ്. സാ ഏവം ബഹുവിധം തം അവർ ഇപ്രകാരം പല പ്രാവശ്യം അദ്ദേഹത്തോട് ഗമനം പ്രതി യാചതി എന്നെയും കൊണ്ടുപോ എന്ന് പല പ്രാവശ്യമായി യാചിച്ചു. മഹാബാഹുഹു താം വിജനം വനം നേതും ഹനുമേനേ ന മഹാബാഹുവായ രാമൻ താം വിജനമായ വനത്തിലേക്ക് വിജനം വനം നേതും കൂട്ടിക്കൊണ്ടു പോകുവാൻ ഹനുമേനെ ന അനുമതി നൽകുകയുണ്ടായില്ല. ഇപ്പോഴും രാമൻ പഴയ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. സാ മൈഥിലി ഏവം മുക്താതു ആ മൈഥിലി ആ സീതാദേവി ഇപ്രകാരം പറഞ്ഞ ഉടനെ നയനച്യുതൈഹി ഉഷ്ണൈഹി അശ്രുഭിഹി നയനങ്ങളിൽ നിന്നും കണ്ണുകളിൽ നിന്നും ഒലിച്ച ഉഷ്ണ അശ്രുഗണങ്ങൾ ഗാം സ്നാപയന്തി ഇവ ഭൂമിയെ നനയ്ക്കുന്നത് പോലെ ചിന്താം സമുപാഗത അതിയായ മനസ്താപത്തെ കൈക്കൊണ്ടു. ആത്മവാൻ കാകുസ്ത ആത്മവാനായ കാകുസ്തൻ ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ള മാനസികാവസ്ഥയും കൂടിയുള്ള ആ കാകുസ്തൻ രാമൻ തഥാ ചിന്തയിന്തിയും കോതാവിഷ്ടാം വൈദേഹീം അപ്രകാരം മനസ്താപം കൈക്കൊണ്ട് ക്രോധാവിഷ്ണിയായ വൈദേഹിയെ നിവർത്തയിതും തു പിന്തിരിപ്പിക്കുന്നതിലേക്കായി താം ബഹുതു അസാന്ത്വയത് സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളെ പറഞ്ഞു. 168 ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തത് 169 ഭാഗം. 169 ഭാഗം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിള് സ്ത്രീക്ക് ഇവിടുത്തെ സീതാദേവിക്ക് ബാധകമല്ല എന്ന്. നമ്മുടെ മണിച്ചിത്ര താഴെ എന്ന സിനിമയിലെ ഗംഗയുടെ രൂപമായിരിക്കും അടുത്ത ഭാഗത്ത് സീതാദേവിയുടെ രൂപം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.